പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ലൈഫ് ടിപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മെൻലോ പാർക്കിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ തോമസ് ആൽവാ എഡിസന്റെ ജീവിതം. 1914 തൻ്റെ ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യമായിരുന്ന എഡിസന്റെ പരീക്ഷണശാലയ്ക്ക് തീപിടിച്ചു. തീപിടിച്ച വിവരമറിഞ്ഞ എഡിസന്റെ പുത്രൻ പിതാവിനെ തെരഞ്ഞു ചെന്നപ്പോൾ ഫാക്ടറി കത്തുന്നത് നോക്കി നിൽക്കുന്ന പിതാവിനെയാണ് കണ്ടത്. അപ്പോൾ മകനോട് എഡിസൺ പറഞ്ഞു, "നീ പോയി പെട്ടെന്ന് അമ്മയെ വിളിച്ചു കൊണ്ടുവരൂ. അമ്മയ്ക്ക് ഇനി ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലെയുള്ളൊരു കാഴ്ച കാണാൻ കഴിഞ്ഞെന്ന് വരില്ല." അത് അഗ്നിക്കിരയായത് നോക്കി നിന്ന എഡിസൺ പറഞ്ഞു, "ഞാൻ ചെയ്തു വച്ച എല്ലാ തെറ്റായ കാര്യങ്ങളും കത്തി ചാരമായിരിക്കുന്നു." ആ മനോഭാവത്തിൻ്റെ കരുത്ത് എന്താണ്! 67 വർഷത്തെ സ്വപ്നങ്ങളും വിലമതിക്കാനാകാത്ത സമ്പത്തും അധ്വാനവുമായിരുന്നു അവിടെ തകർന്നു വീണത്. അടുത്ത ദിവസം കത്തിയെരിഞ്ഞു തീർന്ന ചാരത്തിലൂടെ നടക്കുകയായിരുന്ന ആ മനുഷ്യൻ ഒരു ജീവിതകാലം മുഴുവൻ താൻ നേടിയ സമ്പാദ്യമത്രയും അഗ്നിക്കിരയായപ്പോഴും അദ്ദേഹം പറയുന്നത് കേൾക്കുക. ഈ ദുരന്തത്തിന് മഹത്തായ ഒരു വിലയുണ്ട്. നമ്മുടെ എല്ലാ തെറ്റായ കാര്യങ്ങളും കത്തി ചാരമായിരിക്കുന്നു. ദൈവത്തിന് നന്ദി. നമുക്കിനി പുതിയതായി തുടങ്ങാം. അതിനുശേഷം ഏതാണ്ട് 3 ആഴ്ച കഴിഞ്ഞപ്പോൾ എഡിസൺ ഫോണോഗ്രാഫ് കണ്ടുപിടിച്ചു. ഭൗതിക വസ്തുക്കളെ കത്തിച്ചു കളയാൻ അഗ്നിക്ക് കഴിയുമായിരിക്കാം, എന്നാൽ ധീരനായ ഒരുവന്റെ ഉള്ളിലെ ശക്തിയെ നശിപ്പിക്കാൻ അവയ്ക്കൊന്നുമാകില്ല. ശുഭാപ്തി വിശ്വാസിയായ ആൾക്ക് വലിയ തടസ്സങ്ങൾ പോലും വിജയിക്കാനുള്ള പ്രചോദനമാണ്. അശുഭാപ്തി വിശ്വാസി ചെറിയ തടസ്സങ്ങളെപ്പോലും വലിയ പരാജയങ്ങളാക്കി മാറ്റും. ഓരോ പ്രശ്നത്തിലും തുല്യമോ അതിലേറെ വലുതോ ആയ അവസരങ്ങൾ ഉണ്ട്. ലോകപ്രശസ്ത ചിന്തകനായ നെപ്പോളിയൻ ഹില്ലിൻ്റെ വാക്കുകൾ എത്രയോ ശരിയാണ്. പരാജയങ്ങളിൽപ്പെട്ട് പിന്തിരിഞ്ഞവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വിജയിക്കാനുള്ള എളുപ്പവഴി ഇപ്പോഴുണ്ടാകുന്ന പരാജയങ്ങളുടെ എണ്ണം ഗണ്യമായി കൂട്ടുക എന്നതാണ്. ഓരോ പ്രശ്നത്തോടൊപ്പവും നമുക്ക് ഒരവസരവും ലഭിക്കുന്നു. ഒരുപക്ഷെ മഹത്തായ ഒരവസരമായിരിക്കാം അത്. ജീവിത വിജയം നേടുന്നതിനുള്ള മാനദണ്ഡം ഒരാളുടെ ബുദ്ധിയോ കഴിവുകളോ മാത്രമല്ല, അതിലുപരി മനോഭാവമാണ്. ശരാശരി കഴിവ് മാത്രമുള്ള ഏതൊരാൾക്കും മനോഭാവം ശരിയാണെങ്കിൽ ഉന്നത നിലയിൽ എത്തിച്ചേരാം. നിഷേധാത്മക മനോഭാവമുള്ള, അതായത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരാൾക്ക് എത്ര കഴിവുകൾ ഉണ്ടായാലും അയാളുടെ പ്രകടനം ശരാശരിക്കാരനേക്കാൾ വളരെ താഴെയായിരിക്കും. ഭൂരിപക്ഷം ആളുകളും അവരുടെ അപാരമായ സിദ്ധികളെ തിരിച്ചറിയാതെ തങ്ങൾ ഒരു പരാജയമാണെന്ന നിരാശാബോധത്തിൽ കഴിയുന്നവരാണ്. പ്രശസ്ത ചിന്തകനായ തോമസ് കാർലൈൻ പറയുന്നു, ഏറ്റവും താണപടിയിൽ നിന്ന് പോലും ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് ഒരു മാർഗമുണ്ടായിരിക്കും. നമ്മുടെ തൊഴിൽ, വിദ്യാഭ്യാസം, ജീവിത വിജയം ഇവയിൽ മൂലകാരണമായി തീരുന്നതിൽ 80% നമ്മുടെ മനോഭാവമാണ്. ബാക്കിയുള്ള 20% മാത്രമാണ് നമ്മുടെ അറിവ്, നൈപുണ്യം മുതലായവയിലൂടെ നേടുന്നത്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.